ഉക്രൈനെതിരെ റഷ്യ സൈനിക നടപടിക്കൊരുങ്ങുന്നു. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹം ചെയ്തത് ഒരു മിലിറ്ററി അറ്റാക്കല്ല. അദ്ദേഹം ഒരു തീവ്രവാദ സ്വഭാവമാണ് അയാൾ കാണിച്ചത്. അതായത് ട്രക്കിനകത്ത് ഡ്രോണുകൾ ഒളിപ്പിച്ച് റഷ്യയുടെ തന്ത്രപ്രധാനമായ ചില താവളങ്ങൾ നശിപ്പിച്ചു. യുദ്ധ പ്ലെയിനുകളൊക്കെ കത്തിച്ചു കളഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ രീതി ഒരു തീവ്രവാദ സ്വഭാവ രീതിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു യുദ്ധമോ അല്ലെങ്കിൽ സൈനിക നടപടിയൊന്നുമല്ല ഈ കാണിച്ചത്. അതിനെതിരെ റഷ്യ അതിശക്തമായ രീതിയിൽ തിരിച്ചടി ഉക്രൈൻ പ്രതീക്ഷിക്കാം. അത് നടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം റഷ്യ വെറുതെ ഇരിക്കത്തില്ല. റഷ്യ ചിന്തിച്ച ഒരു കാര്യമല്ല ഇത്. ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് റഷ്യ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അവിടെയാണ് ഉക്രൈൻ ഇങ്ങനെയുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിനെ സത്യത്തിൽ ആരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. യുദ്ധം അല്ലെങ്കിൽ സൈനിക നടപടി അതേ രീതിയിൽ വേണമായിരുന്നു കൈകാര്യം ചെയ്യാൻ. ഒരു ട്രക്കിനകത്ത് ഡ്രോണുകൾ ഒളിപ്പിച്ചു കൊണ്ടുപോയി ആക്രമിക്കുക, അത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അതിനെതിരെ ശക്തമായ നിലപാടാണ് റഷ്യ എടുക്കാൻ പോകുന്നത്. വരാൻ പോകുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാനും കാണുവാനും സാധിക്കും. റഷ്യ ഒരിക്കലും മിണ്ടാതിരിക്കത്തില്ല. ശക്തമായ രീതിയിൽ ഒരു സൈനിക നടപടി ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു താമസമില്ലാതെ നമുക്ക് കാണാം എന്നാണ് പറയുവാനുള്ളത്. അപ്പോൾ ഈ യുദ്ധം ഇവിടെയൊന്നും അവസാനിക്കത്തില്ല. ഇപ്പോൾ ട്രംപ് മാറി നിൽക്കുന്നതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഒന്നിച്ചെന്നുകൊണ്ട് ഉക്രൈനെ സഹായിക്കുന്നു. പക്ഷെ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാര്യം അമേരിക്കയ്ക്കറിയാം, അമേരിക്ക ഒരിക്കലും ഒരു റഷ്യയുമായൊരു യുദ്ധത്തിന് തയ്യാറാകത്തില്ല. അമേരിക്കയ്ക്ക് നല്ലവണ്ണം റഷ്യയെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് വന്ന് സമാധാനപരമായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി സംസാരിച്ച് ഒരു രമ്യതയിലെത്തിയത്. പക്ഷേ മറിച്ചാണ് യുറോപ്യൻ യൂണിയൻ സഖ്യകക്ഷികൾ എടുത്തിരിക്കുന്ന നടപടികൾ. കാര്യം ഉറുപ്പിനെ കല്ലെടുപ്പിക്കുന്ന രീതി, ഉക്രൈനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക. ജർമ്മനിയും ഇംഗ്ലണ്ടും മറ്റ് സഖ്യകക്ഷികളും കൂടെ ചേർന്ന് ഉക്രൈനെ അതായത് തെരുവിലിറക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതെത്രമാത്രം വിജയിക്കും എന്നുള്ളത് ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും പുടിൻ പുറമോട്ട് നിൽക്കത്തില്ല, പുറമോട്ട് മാറുകയില്ല. അതിശക്തമായ രീതിയിൽ ഉക്രൈനെ ആക്രമിക്കും എന്നത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ.